അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇൻഡോടെ എത്തിക്കണേ. ഇന്നലെ എത്തിയതാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. മോന് കുറേ ദിവസമായിട്ട് ഞങ്ങൾ വരിക. അപ്പോൾ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങ് വരില്ലേ അയച്ചമ്മനെ കാണാൻ പറഞ്ഞ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. ഇനി ഷെമി ഇല്ല കേട്ടോ. ഷെമി ഹൈദരാബാദ് പോയതിന്. ഷെമി ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തുമായിരിക്കും. ഹൈദരാബാദ് പോയതേന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഐസമൊക്കെ അങ്കലവാടിയൊക്കെ ഉള്ള ചേലായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിന്നതേന്. അങ്ങനെ പിന്നെ ഇന്നലെ വന്നിക്കാണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വടക്കുമലയിൽ എത്തിക്കണ്. അപ്പോൾ എത്തിയാണ്ട് ഇങ്ങനെ രാവിലെ നീച്ച് ചായ കുടിച്ച് ഉമ്മാക്ക് തീരെ സുഖമില്ല കേട്ടോ. ഉമ്മാക്ക് ഊരവേദന ഇതൊക്കെ ആയിട്ട് ഇന്നലെ ഡോക്ടറെ കാണിച്ചൊക്കെ വന്നതിന് ശേഷം മരുന്ന് കുടിച്ചിട്ടൊന്നൊരു ആക്കം കിട്ടിയിട്ടില്ല. ഇനി ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരുമെന്ന് ഇന്നലെ പറഞ്ഞിനിയാണ്. പക്ഷെ ഉമ്മ വേണ്ടായിരുന്നു പോന്നാണേരം. ഇനിയിപ്പോൾ ഇന്ന് വെക്കണോന്ന് അറിയില്ല. ഏതായാലും ഉമ്മ പറഞ്ഞ് 3 നേരം ഒന്ന് കുടിച്ചോക്കട്ടെ, എന്നിട്ട് ആക്കല്ലെങ്കിൽ വെക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ പണികളൊക്കെ തുടങ്ങാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ കലിയിൽ വരുന്നത്. അപ്പോൾ കലിയിൽ ഇനി പണിക്ക് പോയതേനിയോ, പക്ഷേ പണി ഇല്ലാറാണ്ടോ ഇങ്ങോട്ട് വന്നേ. നമ്മളുണ്ടായപ്പോൾ ഇങ്ങോട്ട് വന്നേനി. അപ്പോൾ പറഞ്ഞു നമുക്ക് നേരെ പൊണ്ണൂൻ്റെ അടുക്ക് പോയാലും എല്ലാവർക്കും പറയാം. ഞാനാണെങ്കിൽ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുമില്ല കേട്ടോ. നല്ലൊന്നും കൊണ്ടുവന്നിട്ടുമില്ല പോകുമ്പോൾ ഇടാനായിട്ട്. ഞാൻ എടുക്ക് പോകുന്നൊന്നും കരുതിയില്ലല്ലോ. ഞാൻ ഇന്നലെ വന്ന് നാളെ തന്നെ പോകാമെന്നുള്ള ഇതിലാട്ടോ വന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഇനി ഐസമോക്കും എനിക്കൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അട്ട് വന്നത് തന്നെ ഇനി. അപ്പോൾ ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോവാന്നൊക്കെ കരുതി ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി പണികളൊക്കെ തീർക്കട്ടെ. അനി കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വേഗം അടിച്ചരി തുടച്ച് കുളിച്ച് അങ്ങോട്ട് പോവാം. അതിനകത്ത് കയറല്ലേ കേക്ക് ഓള് മുറ്റത്ത് ഇറങ്ങി കേട്ടോ കളിച്ചാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയൊക്കെ തീർത്തിട്ട് നമുക്ക് പോവാം. അപ്പം ഞാൻ നമ്മൾ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി പോവാന്നൊക്കെ കരുതിയത് കേട്ടോ. കുഞ്ഞാപ്പോ നടണ്ടല്ല, കുഞ്ഞാപ്പോ പണിക്കുവേണ്ട. പിന്നെ ഒപ്പം ഉണ്ടായ പോക്കുമല്ലേ, നമ്മളത് പ്രതീക്ഷിക്കാതെ ഉണ്ടായ പോക്ക. ഓളെ ചോറ് കൂട്ടാനൊക്കെ ചിലപ്പോൾ ആയിണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കാണ്ട് പോയി അവിടെ കുക്ക് ചെയ്ത് അങ്ങനെ തിന്ന് കഴിച്ച് ഇങ്ങോട്ട് പോരാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ അടുത്തോളാന്ന് പറഞ്ഞിട്ട് ഉമ്മ കേൾക്കണില്ല. ഉമ്മ നടക്കാനൊന്നും വെച്ചോട്ടോ. ഇങ്ങനെ നീറുന്ന നടക്കണം, ഊരതാക്കണമെന്ന് വെച്ചത്. എന്നിട്ട് ഞാൻ അടുത്തോളാന്നിട്ട് ഉമ്മ കേൾക്കില്ല. ഉമ്മ നിന്നാണ്ടുള്ള പണിയെടുക്കാന്ന് പറഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ വിരിച്ചിട്ട് മോൻ്റെ റൂമും മോനും വിരിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകണം. അടുക്കള ഉണ്ടല്ലേ, ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിനോട് പാത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുളിച്ച് മാറ്റി പോവാം. ഞാൻ നമ്മളെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഫുള്ള് കഴിഞ്ഞ കേട്ടോ. ഞാൻ അതാ ഫുള്ള് ക്ലീനാക്കി. രാവിലെ ഉണ്ടാക്കിയ ചായ അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ഒഴിച്ച് മൂറി കഴുകി ക്ലീനാക്കി. പിന്നെ വലുതവിടെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. പോവാനുള്ള വണ്ടിയൊക്കെ കഴുകുകയാണ്. അപ്പം നമുക്ക് വേഗം അടിച്ചിരി തുടക്കാം. എന്നാലും അമ്മ തുടച്ചില്ലായിരുന്നു, സുഖമില്ല കഴിഞ്ഞിട്ട് ഊരവേദനയായിട്ട്. പിന്നെ വേഗം അടിച്ചിരി തുടക്കാം. ഓട്ടോറിക്ഷനൊക്കെ കഴുകൽ കഴിഞ്ഞാലതാ പിന്നെ രണ്ടാളും ഓലെ ബൈക്കൊക്കെ കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. ഓല് പിന്നെ വണ്ടിയൊക്കെ നല്ലോണം കഴുകും കേട്ടോ. നമ്മൾ പോവാനൊക്കെ മാറ്റി റെഡിയായി. ഐഷതാ ഞാനും ഐശയൊന്നും ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. നമ്മൾ പോകുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇന്നിപ്പോൾ പെട്ടെന്നുണ്ടായ പോക്കുവാണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം തീരെ മാച്ചില്ലാത്തൊരു കളറ് ഷാളൊക്കെ എടുത്തിട്ട് ഞാൻ ഷാളൊന്നും ഇല്ല കേട്ടോ. പിന്നെ മോള് ഇവിടെ ഇല്ല, ഓളോടെയാണ്. അപ്പം ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് മുന്നിക്ക് പോയിട്ടോ. അപ്പം ഞങ്ങളിഞ്ഞ് പോവാണ്, റെഡിയായി. പോവാ ഓളോളെ ബാഗും കുറച്ച് ഷെഡിയും ഉടുപ്പൊക്കെ ഇട്ടിക്കണേ അവിടെ എത്തിയിട്ട് മാറ്റിയിടാൻ പോകാം കേട്ടോ. ഇനി പോകുമ്പോൾ വേണം സാധനമൊക്കെ വാങ്ങി പോവാൻ. അപ്പം ഇനി സാധനമൊക്കെ നമുക്ക് വാങ്ങും വേണം. അപ്പം ഇനി പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ അതാ മാച്ചലൊക്കെ കഴിഞ്ഞ് നേരെ ഓട്ടോറിക്ഷ കയറി തന്നു കേട്ടോ. ഞാൻ ബാവൻ്റെ ഒപ്പം വെക്കുമ്പോൾ പോകാമെന്നാണ് കരുതിയത്. അപ്പോൾ ഐസ ഓട്ടോറിക്ഷ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ കയറി കേട്ടോ. ബാവ ഇതാക്കണ ഭാഗത്തിലൊക്കെ പൂട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മുത്തുവിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. മുത്തു പറഞ്ഞാൽ കലീൻ്റെ പെണ്ണുങ്ങളാട്ടോ. അപ്പോൾ ഓളോടുന്ന് ഓളി എടുത്തിട്ട് നേരെ പിന്നെ ഞങ്ങൾ പോയി കാവനൂർ ഇറങ്ങി. അപ്പോൾ ബാവ മുന്നിക്ക് പോയില്ല ബൈക്കുമില്ല. അപ്പോൾ സാധനമൊക്കെ വാങ്ങി. ഞങ്ങൾ മുത്തുവിനടുത്ത് ചെന്നപ്പോഴത്തേനും സാധനമൊക്കെ വാങ്ങി നമ്മളെ കയ്യിൽ തന്നിട്ടോ. പിന്നെ ചിക്കനും അവിടെ ഏൽപ്പിച്ചിന്, കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിന്. പിന്നെ അതും വാങ്ങി ഞങ്ങളെ തന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ പെരേക്ക് വിട്ടിട്ടോ. ഓളെ പെരേക്ക് ചെന്ന് അപ്പോൾ ഓളെ പണികളൊക്കെ ഫുള്ള് കഴിഞ്ഞു. നമുക്ക് കുളിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിന്. പൊണ്ണൂൻ്റെ കൂടെ എത്തി ആയുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കണം. ലലിലെ സമയം എത്രയായി? 11:45. അപ്പോൾ ചോറ് എപ്പോഴും ആവാന്നൊന്നും വീരല്ല. കലീലിൻ്റെ മിടുക്കും പോലെ ഉണ്ടാവും. എന്തൊക്കെ എത്തിനാ? അത് ശരി. അപ്പൊ നമ്മള് പൊണ്ണു ഇതാക്കണ കോഴി എന്നാക്കാട്ടോ.
നമ്മളിതാ ഉള്ളി തക്കാളിയൊക്കെ അരിയാണ്. ബാബു പിന്നെ കാവനൂരിന്ന് നേരെ പോയി അനുവിനെയും കൂട്ടി വന്നിട്ടോ. എല്ലാവരും കിച്ചണിൽ കയറി പണികളൊക്കെ തുടങ്ങിട്ടോ. മുത്തൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി പണി തുടങ്ങിയേക്കണേ. പിന്നെ അത് അവനെ കൊണ്ടുവന്നിട്ടോ ബാബ പോയിക്കാണ്ട്. കോഴിയൊക്കെ കേൾക്കണ കലിയിലാണ്. ഉള്ളി പൊണ്ണുതാ വലിയ ചെമ്പും കുടുക്കൊക്കെ എടുത്തുന്നത് ആൾക്കാരെ കണ്ടിക്കാണ്ട് കുക്ക് ചെയ്യാനുള്ള വാളം ഗിരി 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 അല്ല അലീനെ. ഇവിടെ സവാള അരിയാൻ തുടങ്ങിട്ടോ. ഇനി ചടപടി ആയിരിക്കും. ഇനി നമ്മള് ഫുഡൊക്കെ ഇപ്പൊ തന്നെ ഫുഡൊക്കെ കഴിക്കാം അലീനെ. വെള്ളം കലക്കാൻ പോവാട്ടോ. ഇപ്പൊ നമുക്ക് നാരങ്ങ പറിക്കാം. അമ്മ കണ്ടോ ഇതിലിപ്പോ ഏതാ പറിക്കേണ്ടി എനിക്കറിയില്ല. ഞാൻ ഒന്ന് പറിക്കണ്ട്. നിറച്ചുണ്ട് കേട്ടോ അമ്മ നാരങ്ങ. കുക്കിംഗ് തുടങ്ങിട്ട് മയോണൈസ് അടിച്ചാൽ കുറച്ച് വെച്ചു. സോസ് അടിക്കണ്ടേ? അടിച്ചാൽ തീയൂട്ടൽ തുടങ്ങിക്കണേ. എൻ്റെ ചോറ് കൂട്ടാനൊക്കെ ആയി അടുക്കളൊക്കെ ക്ലീൻ ആക്കിയേക്കാറല്ലേ. അയക്കാറ് ഞങ്ങൾ വന്ന കറി എന്താ ഇതെന്താ പറയാ ബത്തൽ. ഗ്യാസുമെന്ന് നേരെ അടുപ്പത്ത് കാക്കിട്ടോ. ഗ്യാസുമെന്ന് അങ്ങോട്ട് ചൂടാണല്ലോ, വലിയ ചെമ്പല്ലേ. അപ്പൊ നമ്മൾ അടുപ്പത്ത് കാക്കി കുമ്പിട്ട് കടക്കണോടി. ഉയരല്ല. നല്ലതാ. ഇത് ചോറിനുള്ള കേട്ടോ. ഇത് മസാല. അടുക്കള ഫുള്ള് ആൾക്കാരും ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരുന്നോ. അരിയലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കുക്കിംഗ് ആണ്. കുക്കിങ്ങിന് പിന്നെ നമ്മൾ ആവശ്യമില്ലാത്തതിനോട് തന്നെ നമ്മൾ സൈഡായിരുന്നു. ഒരു കസാലയിൽ കയറി ഇരിക്കുന്നുണ്ട്. കുക്കിംഗ് ഇന്ന് ഭാവിയും കലിയിലും ആണ് കേട്ടോ. ഓല ഉണ്ടാവുള്ളതാണ് കേട്ടോ ഇന്ന് കുക്കിങ്ങൊക്കെ. അപ്പം നമ്മൾ മുത്തു ഞാൻ ഉമ്മ ഞങ്ങളൊക്കെ സൈഡാണ്. സൈഡിലിരുന്ന് കാണുകയാണ് അല്ലേ. കാഴ്ച കാണുകയാണ് കേട്ടോ ഞങ്ങൾ. നല്ല രസം കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടും ഇതൊക്കെ. വൃത്തിയുള്ള പണിക്കാരനാട്ടോ. അടുക്കടുക്ക് അടുപ്പ് ഇങ്ങനെ തുടക്കണോണ്ടാണ്. ഓള് വൃത്തിയാക്കി വെക്കണല്ലേ. ഇന്നോള് അടുക്കളുടെ കോല കണ്ട ആ തലോട്ടി ഈ തലവരെ. അത് നമ്മളെ ചോറ് റെഡി ആയിട്ടോ. കൂട്ടാൻ തുടങ്ങി. കുറച്ചേരം ഒന്ന് ദമ്മിട്ടിട്ട് നമ്മളിത് എന്താട്ടാ തിന്നും. ചോറൊക്കെ ദമ്മായി പൊണ്ണോന്റെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊണ്ണോ ഓള് പാത്രം കഴുകാട്ടോ. കുറച്ചൊക്കെ ഞാൻ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തിക്കണേ. മുഴുവനായിട്ട് തുടങ്ങി ചോറൊന്ന് കഴിഞ്ഞിട്ടാണ്. ഓളെ കൊടുക്ക വെളുപ്പിക്കാറ് ഇപ്പൊ തിരക്കിട്ട്. വിളമ്പി ഓതറ കടക്കണ സോസും അച്ചാറും കണ്ടിട്ടോ. സത്തുമ്മ ചിരിച്ചുണ്ടോ? ചിരിക്കുണ്ടോ? എവിടെ മൊട്ടാക്കിട്ട് ജാതിയില്ലേ പറ്റ മെലിഞ്ഞാതിരി. നമ്മള് ഡ്രൈവർമാര് നമ്മളിപ്പം പോന്നോലൊക്കെ ഇതാക്കണ ഇവിടെ ഉറങ്ങിയിരിക്കണ കേട്ടോ. നല്ല ഉറക്കാണ്. ഞങ്ങൾ മൂന്നാളും വെച്ച് ഞാനും മുത്തും ഇവിടെ പോസ്റ്റായി ഉത്തരക്കണ്ട. വീട്ടിൽ നീച്ചാതെ ഞങ്ങൾക്ക് പോവാനും നല്ല ചോറൊക്കെ തിന്നും. നല്ല മയക്കത്തിലാണ് ഒക്കെ. പോവാൻ ചായ ഇട്ടീനട്ടോ. കലിയിലെ ചായ അല്ല കേട്ടോ, ഹോർലിക്സ് ആണ്. അപ്പൊ അങ്ങനെ വൈകുന്നേരമായിട്ടോ 6 മണി ആവാനായി. ഈ കണ്ടന്മാരൊക്കെ ഉറങ്ങിക്കാണ്ട് ഇപ്പോഴാണ് നീച്ചണത്. പിന്നെ അതാ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങള് നേരെ തിരിച്ചു പോരാണ്. കുറേ നേരം നിന്നിട്ടോ ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ ഇവര് കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ കുറേ നേരം അവിടെ നിന്നാലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പെരേക്ക് പോരുന്നത്. ഉളപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ഞങ്ങൾ പോരുന്നത്. അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു പോകുന്നതേ കേട്ടോ. പിന്നെ കട്ടൻ കുടിക്കാനൊരു കൊതി പെരയിലെത്തിയപ്പം. അങ്ങനെ അതാ കട്ടൻ കുടിക്കുകയാണ്. മിക്സറുണ്ട്, ചൂടില്ല ഗ്ലാസ് മിക്സറും ഉണ്ട്. കട്ടൻ കുടിക്കട്ടോ. നമ്മൾ ഇതാ വന്ന ഡ്രസ്സൊക്കെ മാറിയതിന് മുന്നേ ബാക്ക് മുന്നിക്കൊക്കെ കട്ടണം. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.